ശശി തരൂരിന്റെ ഈ ലേഖനത്തിൽ കോൺഗ്രസിലും പടയൊരുക്കം ശക്തമാക്കിയാണ്. പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെതിരെ ഔദ്യോഗികമായി AICCക്ക് പരാതി നൽകണം എന്നാണ് ആവശ്യം. അതേസമയം കേരള വികസനത്തെക്കുറിച്ചുള്ള പ്രസ്താവനയെ വീണ്ടും തരൂർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ന്യായീകരിച്ചു. തന്റെ ലേഖനം 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വായിച്ചിട്ട് അഭിപ്രായം പറയണമെന്നും കേരളത്തിന്റെ സമ്പൂർണ്ണ സാമ്പത്തിക സ്ഥിതിയെ വിലയിരുത്തുന്നതല്ല ലേഖനമെന്നും തരൂർ ന്യായീകരിച്ചു. എന്നാൽ ശശി തരൂരിന്റെ ഈ അഭിപ്രായം അടിസ്ഥാനരഹിതവും അതിശയോക്തികരവുമാണെന്നാണ് MM ഹസൻ പറഞ്ഞത്. വ്യവസായ വകുപ്പിനെ കുറിച്ചും അതിന്റെ പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്, വല്ല അതിശയോക്തി നിറഞ്ഞതാണ്. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വാസ്തവത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി, കേരളത്തിലെ ഒരു MP അല്ലേ, അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോടത് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായിരുന്നു ഞങ്ങളൊക്കെ. നിക്ഷേപകരെ കേരളത്തിലേക്ക് വരുന്നതിൽ നിന്നും തടയാനാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ശ്രമമെന്ന് EP ജയരാജനും പ്രതികരിച്ചു. നിക്ഷേപ സൗഹൃദമല്ലേ ഈ കേരളം? ഈ കേരളം നിക്ഷേപ സൗഹൃദമെന്ന് അനുഭവസ്ഥർ വസ്തുതകൾ നിരത്തി പറയുമ്പോൾ എന്തിനാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഈ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതിൽ വ്യക്തിപരമായ താല്പര്യമുണ്ടാകാം. പലരും പല കുപ്പായവും തയ്പ്പിച്ച് നടക്കുന്നവരുണ്ടാകും. അവരെല്ലാം ജനങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ അവരെയെല്ലാം ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് കേരളം വികസനോന്മുഖമായ കേരളത്തെ നിരാശപ്പെടുത്താൻ, കേരള ജനതയെ നിരാശപ്പെടുത്താൻ, നിക്ഷേപകരെ തിരിച്ചയക്കാൻ ഇടയാക്കത്തക്ക നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ KPCC പരിഗണിക്കുന്നില്ലെന്ന് തരൂരിനും പരാതികളുണ്ട്. ബിനൽ ലീല സാബുണ്ട്. ബിനിൽ, ശശി തരൂരിന്റെ ലേഖനം ദേശീയ തലത്തിൽ പോലും ചർച്ചയായിട്ടുണ്ട്. കാരണം KC വേണുഗോപാലും ജയറാം രമേശും ഒക്കെ ഇന്നലെ തന്നെ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ്. ഒരു ഘടകം, ഒരു വിഭാഗം AICCക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളുണ്ട്. അതിൽ എത്രത്തോളമാണ് മുന്നോട്ട് പോക്ക്? ഒപ്പം തന്നെ ചെറുതായി ഈ ഉമ്മൻചാണ്ടിയെയും AK ആന്റണിയെയും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മയപ്പെടുത്തലിന് ശശി തരൂർ ശ്രമിച്ചിട്ടുണ്ട്. ഈ മയപ്പെടുത്തലിൽ വഴങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഒപ്പം തരൂരിന്റെ പരാതി സംബന്ധിച്ച വിവരങ്ങൾ കൂടി. സേതു, ഇത് രണ്ടാം തവണയാണ് ശശി തരൂർ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ആ രണ്ട് പോസ്റ്റിലും മയപ്പെടുത്തലാണുള്ളത്. പക്ഷേ ആ മയപ്പെടുത്തലിലും തിരുത്തലില്ല എന്നുള്ളതാണ് വസ്തുത. നിലവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത് വന്ന കുറിപ്പിലും താൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഒരു അഭ്യർത്ഥന കൂടി ശശി തരൂർ വെക്കുന്നുണ്ട്. തന്റെ ലേഖനം വായിക്കണം, അതിനുശേഷം മാത്രമേ ഇതിനെ വിമർശിക്കാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ലേഖനത്തിന് ഈ FB പോസ്റ്റിന് തുടക്കത്തിൽ പറയുന്നത് ഈ കേരളത്തിലെ സ്റ്റാർട്ടപ്പിന് തുടക്കം കുറിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അത് മാത്രമല്ല, അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി ഇതിൽ കൃത്യമായി ഇടപെടുകയും നേതൃത്വം നൽകുകയും ചെയ്തു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഈ വിവാദങ്ങളൊന്നും തണുപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഒടുവിൽ പറയുമ്പോൾ പോലും ആ കണക്കുകളുടെ കാര്യത്തിൽ കൃത്യമായി തന്നെ പറയുന്നു. ലേഖനം എഴുതിയത് അതിന്റെ അടിസ്ഥാനമായത് 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരമാണ് താൻ പറഞ്ഞിട്ടുള്ളത്. ഒരു മേഖലയിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കണമെന്ന് അദ്ദേഹം ഇന്നലത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാം. എന്തായാലും അതുകൊണ്ട് തന്നെ തരൂരിനെതിരെ നീക്കം സംസ്ഥാനത്ത് ശക്തമാണ്. അത് ഏറ്റവും പരാതിയായി തന്നെ നേതൃത്വം കൊടുക്കാൻ തന്നെയാണ് തീരുമാനമായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഇന്നലെ ഈ വിവാദങ്ങൾക്ക് ശേഷം, ഈ ലേഖനം വിവാദമായതിനു ശേഷം ആദ്യമായി ഇന്നലെ തരൂർ സംസാരിച്ചു. അപ്പോഴും ലേഖനത്തിൽ പറയുന്ന സംസ്ഥാനത്തിന്റെ വ്യാവസായിക അന്തരീക്ഷം മാറി എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതിനുശേഷം ഇന്നലെ രാത്രിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, അതിലും മയപ്പെടുത്തലുണ്ട്. പക്ഷേ അതിൽ ഒരു തിരുത്തലില്ല. ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പ് വന്ന ഈ ഫേസ്ബുക്ക് കുറിപ്പിലും മയപ്പെടുത്തലുണ്ട്. അവിടെയും തിരുത്തലില്ല. അത് തന്നെയാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാവിലെ UDF കൺവീനർ MM ഹസൻ രൂക്ഷമായ ഭാഷയിലാണ് ശശി തരൂരിനെ വിമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകണം. അതായത് നിലവിൽ അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്. അങ്ങനെ മുതിർന്ന നേതാവായിട്ടുള്ള ഒരാൾ സംസ്ഥാനത്ത് 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം, അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ
തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസ് പോവുകയും ചെയ്തു. ആ ഘട്ടത്തിൽ മുതിർന്ന നേതാവ്, പ്രവർത്തക സമിതി അംഗം ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുന്നത് ഒട്ടും ഗുണകരമാകില്ല, ദോഷമായിട്ടേ പാർട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ. അത് മുന്നണിക്കുള്ളിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ വരികൾക്കിടയിൽ ഇത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇടത് സർക്കാരിന്റെ കാലത്തല്ല ഈ വികസനം ഉണ്ടായത്, ഈ മാറ്റം ഉണ്ടായത്, അത് കഴിഞ്ഞ സർക്കാരുകളുടെ UDF സർക്കാരിന്റെ കാലത്താണെന്ന് ആവർത്തിച്ച് പറയുന്നു. പക്ഷേ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വരികൾക്കിടയിൽ ആ വിമർശനം നമുക്ക് കാണാൻ കഴിയും. നിലവിൽ എന്തായാലും പരാതിയുമായി തരൂരും രംഗത്ത് വന്നിട്ടുണ്ട്. വാക്കാൽ അദ്ദേഹത്തെ വിളിച്ച നേതാക്കളോട് ചില പരാതികൾ അദ്ദേഹം ഉന്നയിച്ചു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും തനിക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ പരാതി. പ്രത്യേകിച്ച് പി രാജീവ് നൽകിയ കണക്ക് അതേപടി കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് വിശ്വസിക്കുന്നതിലെ അനൗചിത്യമാണ് VD സതീശനും MM ഹസനും അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത്. മയപ്പെടുത്തലുമായി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട്. നേതൃത്വം എത്ര കണ്ട് മയപ്പെടും എന്നുള്ളതാണ് ഇനി കാത്തിരുന്നറിയേണ്ടത്.